ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഡോറ വിജയ് ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, നമ്മുടെ ഏപ്രിൽ മാസമൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം സന്തോഷവും സങ്കടമൊക്കെ നമുക്കിങ്ങനെ മാറി വന്നൊരു മാസമായിരുന്നു. മെയ് മാസം അതുപോലെ തന്നെ മെയ് മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1-ാം തീയതി തന്നെ നമുക്ക് വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നു. അപ്പോൾ അന്ന് നമ്മളാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും നമ്മളൊരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ട് നമ്മുടെ കുഞ്ഞിന് ആ ഒരു ആപത്ത് വന്ന സമയത്താണ് നമ്മൾ സഹായം ചോദിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അത് നമ്മൾ ചോദിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, കമൻറ്റും കാര്യങ്ങളും. നമ്മൾ റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വിട്ട കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല, അത്തരം കാര്യങ്ങൾക്കൊന്നും റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. ഇത് നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ അല്ല, റിയാക്ട് ചെയ്യത്തില്ല. ഇനി ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റിന് ഞങ്ങൾ റിയാക്ട് ചെയ്യില്ല എന്ന് ഞങ്ങൾ സത്യത്തിൽ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഡോറ ഇല്ലാത്തത്, ഡോറ പാചകത്തിലാണ്. അതുമല്ല, ഈ കാര്യങ്ങളൊന്നും പറയുമ്പം ഡോറ അധികം വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻറ്റുകൾക്കൊന്നും റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നല്ല ചെറിയ കാര്യം പറയണമെന്ന് തോന്നി. പിന്നെ നമുക്കാണെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം പലിശയ്ക്കൊക്കെ പൈസ എടുത്തിട്ടാണ് നമ്മൾ വീട് പണി നടത്തിയത്. നമ്മളത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളാണെങ്കിൽ ഒരുപാട് പേര് നമുക്ക് യൂട്യൂബിൽ സഹായം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിലർ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് പുറത്തുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വീട് പണി ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മോന് ഈ ഒരു ആപത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണങ്ങളും എല്ലാം നമ്മളെടുത്ത് പണയം വെച്ചതിന് ശേഷമായിരുന്നു, നമ്മൾ പലിശയ്ക്ക് മാക്സിമം വാങ്ങിക്കാൻ അത്രയും പലിശയ്ക്ക് മേടിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വീട് പണിയും കാര്യങ്ങളും തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനൊരു ആപത്തും കൂടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇങ്ങനൊരു ആപത്ത് വരും എന്നുള്ളത്, നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞങ്ങൾക്കതിനെ തരണം ചെയ്യാൻ പറ്റാതായി പോയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചത്. നമ്മളെ വീട് വെക്കാൻ വേണ്ടി, നല്ലൊരു വീട് വെക്കാൻ വേണ്ടി നമുക്ക് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് യൂട്യൂബിൽ തന്നെ വന്ന സമയത്തും ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരത്തെ സഹായം ചെയ്യാൻ വന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് പോലും നമ്മൾ, അതായത് പൊളിഞ്ഞ് വീഴാറായി നിന്ന വീടാണ്, ഭിത്തിയെല്ലാം പൊട്ടിത്തകർന്ന് നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് പോലും നമ്മൾ ഹെൽപ്പ് ചോദിക്കാതിരുന്നിട്ട് നമ്മുടെ മോനൊരു ആപത്ത് വന്നപ്പോഴാണ് നമ്മൾ സഹായം ചോദിച്ചത്. അതിനുശേഷം ഞങ്ങൾക്കെതിരെ ഇൻകം ടാക്സ് അന്വേഷിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ബാങ്ക് ഡീറ്റെയിലൊക്കെ അവർ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റും കാര്യങ്ങൾ വന്നായിരുന്നു. ധൈര്യത്തോടെ ഞങ്ങൾ പറയുകയാണ്, എനിക്കും ഡോറയ്ക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു സങ്കടമോ ഒരു ടെൻഷനോ ഒന്നുമില്ല. അത്തരത്തെ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല. കാരണം കള്ളം ചെയ്യുന്ന ഒരു പേടിച്ചാൽ മതി, ഞാൻ ഉഡായിപ്പാണ്, ഞാൻ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഒക്കെ കുഴപ്പമില്ല. നമ്മൾ കള്ളം ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. കള്ളം ചെയ്യുന്നില്ലേ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാനും ഡോറയും ഇതുവരെയും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു. ഒരെണ്ണം പോലും ഞങ്ങൾ കളവായിട്ട് പറഞ്ഞിട്ടില്ല. ഒരെണ്ണം പോലും നമ്മളാണെങ്കിൽ കള്ളമല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും കേട്ട് ഞങ്ങൾ വിരളാനും പേടിക്കാനൊന്നും പോകുന്നില്ല. എനിക്കിന്ന് ഏറ്റവും സന്തോഷം തോന്നിയൊരു കമൻറ്റ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം വെച്ചാൽ കുറച്ച് ഐഡിയകൾ നമ്മളെ ടാർഗറ്റ് ചെയ്ത് കുറച്ച് നാളായിട്ട് കമൻറ്റും കാര്യങ്ങളും ഇടുന്നുണ്ട്. എനിക്ക് പലപ്പോഴും കമൻറ്റും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, പലർക്കും കമൻറ്റും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒന്ന് നമ്മുടെ പരിചയക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് പൈസയൊക്കെ ഇട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോഴത്തെ ആ ഒരു ടെൻഷനിൽ, ആ ഒരു കുശുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്നത് എനിക്ക് കൂടുതൽ അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പലരും പല കാര്യങ്ങളും പറയുന്നത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇതുമായിട്ട് ബേസ് ചെയ്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നേരത്തെ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ, നമ്മുടെ കുഞ്ഞ് മരിക്കട്ടെ, അങ്ങനെ മരിച്ചാൽ നീയൊക്കെ കരയുന്ന കാണാൻ പറ്റും എന്ന് പറഞ്ഞ് വരെ കമൻ്റ് ഇട്ട ആൾക്കാർ ലാസ്റ്റ് ആ കുഞ്ഞിനെ നോക്കിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റം പറയാൻ വേണ്ടി വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, കുറ്റം പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുകയാണ് അവർ, കുഴപ്പമില്ല. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരു കുഞ്ഞ് നമ്മുടെ ബാത്ടബിലിരുന്ന് കുഞ്ഞ് കളിക്കുന്നൊരു ഷോർട്സ് ഇട്ട സമയത്ത് അതിന് വന്നൊരു കമൻറ്റാണ്, കുഞ്ഞ് അതിലിനി മൂക്കും കുത്തി വീഴും, എന്നിട്ട് ഞങ്ങൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് സഹായം ചോദിച്ചു വരുമെന്ന്.
ഇവരുടെയൊക്കെ മനസ്സിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല മനസ്സാണ്. ദൈവം ആ മനസ്സിന് പറ്റിയ രീതിയിൽ അനുഗ്രഹിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ തന്നെ ഈ ഇട്ടിരിക്കുന്ന കുരിശിൻ്റെ കാര്യം പറഞ്ഞു, കുറച്ച് കമൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ ഈ കുരിശ് എൻ്റെ കഴുത്തിൽ ധരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 കൊല്ലത്തിന് മേളിലായി. ഇത് ഞാനൊരു ഫാഷനായിട്ടോ അതിലെന്നുണ്ടെങ്കിൽ ഒരു ആഡംബര വസ്തുവായിട്ടോ ഒന്നുമല്ല ഇതെൻ്റെ കഴുത്തിൽ ഞാൻ ധരിക്കുന്നത്. ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവനാണ്. അതായത് ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞവനാണ്. അതിൽ എനിക്ക് ഒരുപാടധികം കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ഞാനൊരിക്കലും ഒരു സുവിശേഷ പ്രസംഗകനായിട്ടോ അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കാനൊന്നും ഞാൻ എവിടെയും പോകാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം യഥാർത്ഥത്തിലുള്ള ദൈവത്തിന് അങ്ങനെയുള്ള ഒരു ഇതിൻ്റെ ആവശ്യമില്ല. തിരിച്ചറിയുന്നവർ ദൈവത്തിലേക്ക് അടുക്കാത്തവർ അവരുടേതായിട്ട് ഇഷ്ടത്തിൽ നടക്കും. അത് വേറൊരു കാര്യം, അത് നമ്മൾ നോക്കണ്ട. ഇത് ഞാൻ ധരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 കൊല്ലത്തോളമായി. എൻ്റെ ബലവും എൻ്റെ ശക്തിയും എൻ്റെ ധൈര്യവും എൻ്റെ സർവവുമാണ് ഈ ഒരു കുരിശ് എന്ന് പറയുന്നത്. എല്ലാ കുരിശും എനിക്ക് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ ഒരു കുരിശ് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കുരിശാണ്. ഇത് ആദ്യമായിട്ട് ശരിയാണ്, ഇത് കീ ചെയിനിൽ ഞാൻ മേടിച്ചൊരു കുരിശാണ്. ഇത് എൻ്റെ വണ്ടിയിലിടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചൊരു കുരിശാണ്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് വണ്ടിയിലിടാൻ തോന്നിയില്ല. അത് അന്ന് തൊട്ട് മേടിച്ച അന്ന് തൊട്ട് എൻ്റെ ഈ മാലയിൽ ഈ കുരിശ് ഞാൻ അന്ന് തൊട്ടിട്ടാണ്. ഇത് അന്ന് തൊട്ട് എൻ്റെ കഴുത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ധൈര്യം എൻ്റെ ബലം എല്ലാം ഇത് തന്നെയാണ്. ഹോസ്പിറ്റലിൽ ഞാൻ ഇരിക്കുന്ന സമയത്തും ഇതിലിങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രെയർ ചെയ്ത് അവിടെ ഇരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ധൈര്യം തന്നെയാണിത്. ഇത് ഞാൻ ഭംഗിക്ക് വേണ്ടി ഒന്നുമല്ല ഇടുന്നത്. പിന്നെ ആൾക്കാർ കണ്ടിട്ട് ലൈക്ക് അടിക്കാനും ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ അങ്ങനെയൊന്നുമല്ല. ഇത് കൊല്ലങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ 2 കൊല്ലമായിട്ടുള്ളൂ. 6 കൊല്ലമായിട്ട് എൻ്റെ കഴുത്തിലുള്ളതാണ് ഈ കുരിശ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് ഊരാറില്ല. ആകെ ഊരി വയ്ക്കുന്നത് കുളിക്കാൻ കയറുമ്പോൾ മാത്രമാണ് ഇതെൻ്റെ കഴുത്തിൽ നിന്ന് ഊരി വയ്ക്കുന്നത്. അതല്ലാതെ എൻ്റെ കഴുത്തിൽ നിന്ന് ഇത് മാറ്റാറില്ല. അത്രത്തിൽ എനിക്ക് പ്രിയപ്പെട്ടതാണിത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു മാറ്റ് അല്ലെങ്കിൽ ഇത് ഫാഷനായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നവർക്കുള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റാണ്. നമുക്ക് എത്ര നെഗറ്റീവ് ഇട്ടാലും ശരി തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അതാണ്. ഈ 100 പേര് വന്നിട്ട് ഞങ്ങൾ പറയുന്ന കള്ളമാണ് എന്ന് പറയുമ്പോഴും ഒരാളെങ്കിലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ബലം, അതാണ് ഞങ്ങളുടെ എന്താ പറയുന്നത് വിജയം എന്ന് പറയുന്നത്. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റാണ്. ശ്രീ വിജി എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സിസ്റ്ററായാലും ബ്രദറായാലും എനിക്ക് ഒരുപാട് സ്നേഹം എനിക്ക് അവരോടുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഷോർട്സ് ഇട്ട സമയത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ്, ഞാൻ നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഇപ്പോൾ റിയാക്ട് ചെയ്യാനേ പോകാറില്ല. ഒരു നെഗറ്റീവ് കമൻറ്റിന് ഞാനിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകാറില്ല. കാരണം നമ്മുടെ മറുപടി അർഹിക്കുന്നില്ല അവർ. മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യനോടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യനുമല്ല മൃഗവുമല്ല, അല്ലാതൊരു ശേത്താൻ അല്ലെ സാത്താൻ, പിശാശ് എന്നൊക്കെ പറയാം, അങ്ങനത്തുള്ള ആൾക്കാരോടാണെങ്കിൽ നമ്മൾ മൗനം പാലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുവരെയും വന്ന എല്ലാ കമൻറ്റുകൾക്കും നെഗറ്റീവ് കമൻറ്റുകൾക്കും ഞാൻ മൗനമാണ് പാലിച്ചത്. വേണ്ടാന്ന് വിചാരിച്ചു. എൻ്റെ കുഞ്ഞിന് ആ ഒരു ഇത് വന്നതിന് ശേഷമാണ് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം വന്നത്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മാറ്റം വന്നു എൻ്റെ ലൈഫിൽ. ആ സമയത്താണ് ഞാൻ പല കാര്യങ്ങളും മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അവരിടുന്നത് കൊണ്ട് അവർക്ക് നഷ്ടമില്ല, അവർ കമൻറ്റ് ഇടുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമല്ല. പിന്നെ എന്തിനാണ് നമ്മൾ മറുപടി കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ മൈൻഡിൽ അത് കയറാനും പോകുന്നില്ല. നേരത്തേക്ക് അത് കയറുമായിരുന്നു, പക്ഷേ അതിനേക്കാളും വലിയൊരു ദുരന്തത്തിലൂടെ ഞങ്ങൾ കടന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിനേക്കാളും വലിയൊരു ദുരന്തം ഞങ്ങൾക്ക് വരാനായിട്ടുമില്ല. ഇനി വരുമോ എന്നും അറിയില്ല വലിയൊരു ദുരന്തം. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാളും വലിയൊരു ദുരന്തം ഞങ്ങൾക്ക് വരാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആ സിസ്റ്ററാണെങ്കിലും ബ്രദറാണെങ്കിലും ഇട്ടൊരു കമൻറ്റാണ്. നമ്മുടെ കുഞ്ഞിനെ ഇത് പറഞ്ഞിട്ടും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് ഇട്ട കമൻറ്റിന്, താങ്കൾ ആ കില്ലറിൻ്റെ അമ്മായിയുടെ മോളാണോ? തൻ്റെ കുഞ്ഞിൻ്റെ അപകടം സംഭവിച്ചാൽ ഏതൊരു മാതാപിതാക്കളും അവരെ ജീവൻ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ. സത്യമാണ് പറഞ്ഞത്. ആ കുഞ്ഞ് ജീവൻ രക്ഷിക്കാൻ ആരുടെ മുന്നിൽ കൈ നീട്ടാനും മടി തോന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നും പൈസയില്ല. ഇപ്പം ഡോറയുടെ കയ്യിലാണെങ്കിലും എൻ്റെ കയ്യിലാണെങ്കിലും ഒന്നും പൈസയില്ല. കാരണം പൈസ നോക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ നമ്മൾ പലിശ പൈസ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പം പലിശ കൊടുക്കുന്നുണ്ട് മാസം ബാക്കിയുള്ള കാര്യങ്ങൾ, അടവും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ
മോന് ഈ ഒരു ആപത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നും എടുക്കാനായിട്ടില്ല. ആകെ വണ്ടിക്കൂലി മാത്രമായിരുന്നു. ആംബുലൻസ് വിളിച്ച് പോകാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് ആംബുലൻസ് വിളിച്ച് പോകാനുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്നിട്ട് നമ്മൾ അത്രയും വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറി ചെന്നത് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് എങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കണം. എനിക്ക് ആരുടെ മുൻപിൽ പോയി കൈ നീട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, വേണമെങ്കിൽ ഞാൻ ഭിക്ഷ എടുക്കാൻ വേണ്ടിയും വേണമെങ്കിൽ അന്ന സമയത്ത് തയ്യാറായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മോൻ്റെ ജീവൻ മാത്രമായിരുന്നു വലുത്. ആ കുഞ്ഞിൻ്റെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാം, ആ സമയത്ത് ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിൽ ആൾക്കാരുടെ സഹായം ചോദിച്ചതിൽ എനിക്കൊരു നാണക്കേടോ അപമാനമോ, ഞാൻ നേരത്തെ പറഞ്ഞു, അപമാനമോ അല്ലെങ്കിൽ നാണമില്ലാത്തവൻ, വൃത്തികെട്ടവൻ, ജോലിക്ക് പോകാത്തവൻ, വാട്ടവർ എന്തായിക്കോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ആ വിളിയൊക്കെ കേൾക്കാൻ ഞാൻ വിളി കേൾക്കുന്നത് സന്തോഷത്തോടെ തന്നെയാണ്. എനിക്കതിലൊരു സങ്കടമോ വിഷമമൊന്നും തന്നെ തോന്നുന്നില്ല. ഓക്കെ, ആ കുഞ്ഞ് ജീവൻ രക്ഷിക്കാൻ ആരുടെ മുന്നിൽ കൈനീട്ടാനും മടി തോന്നില്ല. സത്യം, ഏതൊരു മാതാപിതാക്കൾ അങ്ങനെ തന്നെയാണ്. കാരണം അവരുടെ മുന്നിൽ അവരുടെ കുഞ്ഞ് മാത്രമായിരിക്കും. പണം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ജീവൻ പോകുന്നതിനേക്കാളും വേദനയായിരുന്നു എൻ്റെ കുഞ്ഞ് അനുഭവിച്ചത്. മരണവേദനയെന്ന് പറയത്തില്ലേ, ആ വേദന എൻ്റെ കുഞ്ഞ് അനുഭവിച്ചു. എൻ്റെ കൈകളിലിരുന്നിട്ട് എൻ്റെ കുഞ്ഞ് ആ വേദന ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കുഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്, ഈ രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ ചവിട്ടിയിട്ട് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ കുതിച്ച് പൊന്തി പോവുക, പിടിച്ചിട്ട് നിൽക്കുന്നില്ല. എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞ് നിൽക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ ഈ സൈഡിൽ, ചെസ്റ്റിൻ്റെ വലത്തെ സൈഡിലാണ് കൂടുതൽ പൊള്ളൽ. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവനെ അതും വേദന എടുക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും പറ്റുന്നില്ല. പിന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം, ഇത്രയും പൊള്ളലേറ്റ കുഞ്ഞിനെ എങ്ങനെ നെഞ്ചോട് കിടത്തിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്, എൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് കിടത്തിയതല്ല. എൻ്റെ കുഞ്ഞ് കരഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് അവൻ ലാസ്റ്റ് ഉറങ്ങി. അവന് 3 വട്ടം പെയിൻ കില്ലറും കൊടുത്തു, ഒരു തവണ ഉറങ്ങാനുള്ള മരുന്നും കൊടുത്തിട്ട് കരഞ്ഞ് തളർന്ന് എൻ്റെ കുഞ്ഞ് ഉറങ്ങിയ സമയത്ത് ആ ഉറങ്ങിയ കുഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് എൻ്റെ തോളിലോട്ട് വീഴുക ചെയ്തത്. അപ്പോൾ ഞാൻ അനങ്ങാതെ സ്റ്റക്കായ ചെയറിൽ അങ്ങനെ ഇരിക്കുക ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ചെയറിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ ICUവിലെ ചെയറിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ അനങ്ങാതിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് എൻ്റെ മൈൻഡിൽ വന്നത്, എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിക്കണം. അപ്പോൾ 11-12 മണിയായി രാത്രി ആ സമയത്ത്. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ പൈസ അടയ്ക്കുകയും ചെയ്യണം, എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കണം. ആ ഒരു മൈൻഡിലാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ മൊബൈലിൽ ഇരിപ്പുണ്ടായിരുന്നു, വീഡിയോ എടുത്ത് ഞാൻ അപ്പോഴേ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മൈൻഡിൽ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം മാത്രമുള്ളായിരുന്നു. എനിക്ക് നാണക്കേടുണ്ടാവും, മാനക്കേടുണ്ടാവും, അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഈ നാണക്കേടും മാനക്കേടും വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ വീട് വെക്കുന്ന സമയത്ത്, വീട് ഇത്രയും തകർന്ന് നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ വീടിനൊരു സഹായം ചോദിച്ച് നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്, ഈ നാണക്കേടും മാനക്കേടും. പക്ഷേ ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം മാത്രമായിരുന്നതുകൊണ്ട് എനിക്ക് ഈ മാനക്കേടും നാണക്കേടൊന്നും വലുതായിട്ട് ആ സമയത്ത് തോന്നിയില്ല. അപ്പോൾ ഞാൻ കുഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ചെസ്റ്റ് എൻ്റെ ദേഹത്ത് തട്ടിയല്ല നിന്നത്, കുഞ്ഞിൻ്റെ തല മാത്രമാണ് എൻ്റെ ദേഹത്ത് തട്ടിയിരുന്നത്. കുഞ്ഞ് ഫുള്ള് ഇങ്ങനെ എന്തായാലും ഒരു കൈപ്പത്തി കനത്തിലെങ്കിലും കുഞ്ഞിന് ഇതുണ്ടായിരുന്നു, ഗ്യാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ചെസ്റ്റുമായിട്ട്. എൻ്റെ ദേഹത്തോട്ട് ഒട്ടിയല്ല കുഞ്ഞ് കിടന്നത്. അങ്ങനെ ഒട്ടി കിടക്കാൻ പറ്റുന്ന പൊള്ളലല്ലായിരുന്നു എൻ്റെ കുഞ്ഞിനുള്ളത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളടുത്ത് മെസ്സേജ് അയക്കാം. ഒരിക്കലും നമുക്ക് യൂട്യൂബിലൂടെ അത് കാണിക്കാനും പറ്റില്ല, അത്രയ്ക്കും ഇതാണ്. യൂട്യൂബിലൂടെ ഒരിക്കലും കാണിക്കാൻ പറ്റുന്നൊരു ചിത്രമല്ല അത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ധൈര്യത്തോടെ ഞങ്ങൾ ഫോട്ടോ അയച്ചു തരും. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പേടിയില്ല. കാരണം ഞങ്ങൾ പറഞ്ഞത് 100% സത്യമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഈ 3 ഹോസ്പിറ്റലും കൊണ്ടുപോയതും സത്യമാണ്. ഈ 3 ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നോക്കിയെന്നുള്ളത് സത്യമാണ്. ഈ 3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തും ഞങ്ങളുടെ രക്തബന്ധമല്ലാത്തുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നതും വന്നതും പോയതും എല്ലാം തന്നെ. അതുകൊണ്ട് ഈ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ആ ധൈര്യത്തോടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇനി നീയും കില്ലറും ഒരുമിച്ച് വന്ന് ഇവരെ തളർത്താൻ ശ്രമിച്ചാൽ ഇവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സത്യമാണ്. കാരണം താങ്ങായും തണലായും ഇവരെ ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും ഒത്തിരി പേരുണ്ട്. അത് ഞങ്ങൾ ഇപ്പോൾ ഈ കുറച്ച് നാളുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ മോന് സർജറി കഴിഞ്ഞു, ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷവും ഞങ്ങളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. കാരണം പലർക്കും അറിയാം, പൊള്ളലേറ്റിട്ടുള്ള ഒരുപാട് അമ്മമാർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛന്മാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല, അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. അവരൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാം. കുവൈറ്റിൽ നിന്നാണോ അതോ ഒമാനിൽ നിന്നാണോ എന്നറിയില്ല, എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മൂക്ക് 2 വയസ്സോ 1 വയസ്സും കണ്ട് ഉള്ള സമയത്ത് കുഞ്ഞിന് ഇതുപോലെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ഗബ്രൂട്ടന് ഏറ്റതുപോലുള്ള പൊള്ളൽ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ചേച്ചി. ചേച്ചിയാണോ സിസ്റ്ററാണെന്ന് അറിയില്ല. ആ മോളിപ്പോൾ വലുതായി. അപ്പോൾ
അവരനുഭവിച്ച വേദനയും കാര്യങ്ങളും എന്നോട് പങ്കുവച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ സെയിം സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ. കാരണം ആ സിസ്റ്ററായിരുന്നു ആ ICU-നകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ആ കുഞ്ഞിൻ്റെ വേദനയും വിഷമവും സങ്കടമൊക്കെ കണ്ടിട്ട് ആ സിസ്റ്റർ അനുഭവിച്ച ആ മാനസികാവസ്ഥയിലായിരുന്നു ഞാനും അനുഭവിച്ചത്. ഒന്നുമില്ലെങ്കിൽ ആ സിസ്റ്റർക്ക് കൂട്ടായിട്ട് അവിടെ മറ്റ് സ്ത്രീകളും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ എനിക്ക് കൂട്ടായിട്ട് ആരുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കൊരു വലിയ ഹാളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ കുഞ്ഞുമായിട്ടിരുന്നു. എൻ്റെ കുഞ്ഞിനൊന്ന് മാറിപ്പിടിക്കാനോ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ദാഹിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനോ ഒന്നും ആരുമില്ലായിരുന്നു. രാത്രി 11:30 12 മണിക്ക് ICU കയറി ഞാൻ പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. കാരണം ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി വെള്ളം എനിക്ക് എടുത്തു തരും. അവനെ ICU-ലോട്ട് കയറ്റി വിട്ടു. കാരണം എനിക്ക് അത്രയ്ക്കും പറ്റുന്നില്ലായിരുന്നു. അവനങ്ങനെ ICU-ലോട്ട് കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തു തരാം. അവൻ വന്നിട്ടാണ് എനിക്ക് ഇച്ചിരി വെള്ളം പോലും എടുത്തു തരുന്നത്. പിന്നെ എൻ്റെ മറ്റൊരു കൂട്ടുകാരനുണ്ട് ഷമീർ, അവനും വൈഫും കൂടെ വന്ന സമയത്ത് ഇത് ഫെജിമി മോള് വന്നിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിക്കാൻ നോക്കിയത്. കാരണം എനിക്ക് അത്രയ്ക്കും പറ്റുന്നില്ലായിരുന്നു, നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. ആ മോള് കുഞ്ഞിനെ മേടിക്കാൻ നോക്കിയിട്ട് പോലും കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം എന്നാൽ ചേട്ടൻ തന്നെ പിടിച്ചോന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പോയി കമ്പിക്കകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൈ കിടത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു ഞാൻ കമ്പിക്കകത്തൊരു ബലത്തിന് വേണ്ടി എൻ്റെ കൈയിടാം. അപ്പോൾ അത്രയും മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ താണ്ടി ഞങ്ങളിതാ വന്നു കഴിഞ്ഞു. അപ്പം ഇനി ഇതിനേക്കാളും വലിയൊരു പ്രശ്നം ഇനി ഞങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നറിയില്ല. പക്ഷേ ഇതുവരെ ഞങ്ങൾ നേരിട്ടതിനേക്കാളും വലിയ പ്രശ്നമായിരുന്നു ഞങ്ങളിപ്പം നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള മോശപ്പെട്ട കമൻറ്റുകളോ ബാഡ് കമൻറ്റുകളോ ഞങ്ങളെ ഇനി തളർത്താൻ പോകുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ്, ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം, ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഇവരെ ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും ഒത്തിരി പേരുണ്ട്. താങ്കളുടെ കുഞ്ഞിനെ ഞാൻ പറയുന്നില്ല, പക്ഷേ താങ്കൾ തെന്നി വീഴാതെ നോക്കിയ സത്യം ഞാനൊരിക്കലും അവരുടെ കുട്ടിയെ പറയുന്നില്ല. പക്ഷേ നാളെ സമയത്ത് ഈ ഒരു അവസ്ഥ അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകേണ്ട അവസ്ഥ വരുവാണ്, ഒരിക്കലും അവരുടെ കുഞ്ഞിനല്ല കേട്ടോ, ഈ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകേണ്ട അവസ്ഥ വരുവാണെങ്കിൽ അന്നേരം അവർക്ക് മനസ്സിലാവും ഈ ബുദ്ധിമുട്ടും ഈ വിഷമം എല്ലാം എന്താണെന്നുള്ളത്. പിന്നെ എല്ലാവർക്കും ദൈവം ഒരുപോലെ എല്ലാം കൊടുക്കത്തില്ലല്ലോ. പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, ഞങ്ങളെക്കാളും കഷ്ടപ്പെടുന്നവരുണ്ട്, ഞങ്ങളെക്കാളും കഷ്ടപ്പെടാതെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അവരുടെ ജീവിത സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഡോറയുടെ അസുഖം വന്നതിന് ശേഷമാണ് നമ്മൾ വീണ് പോയത്. അതിനുശേഷം ഞങ്ങൾ പിടിച്ചു കയറാൻ നോക്കുന്നുണ്ട്. പിടിച്ചു കയറി മുന്നോട്ട് വരുന്ന സമയത്തെല്ലാം ഇതുപോലെ വീഴ്ചയും വരുന്നുണ്ട്. ഞങ്ങൾ അതിൽ നിന്നെല്ലാം കരകയറി എങ്ങനെയെങ്കിലുമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കില്ലാത്ത വിഷമം വേദനയാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കുള്ളത്. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. പിന്നെ വീണാലോ ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത വീഴ്ചയായിരിക്കും. നിൻ്റെ ഈ ചിരി ഉണ്ടല്ലോ അത് കണ്ണീരാവാതെ നോക്കിയോ. കാരണം മുകളിൽ എല്ലാം കാണുന്ന കേൾക്കുന്ന ഒരാളുണ്ട്. സത്യമാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ദൈവം ഏത് മതത്തിൻ്റെ ദൈവമായിക്കോട്ടെ, ഏത് ദൈവമായിക്കോട്ടെ, പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മളെ പരിചരിക്കാൻ, നമ്മളെ ശാസിക്കാൻ, നമ്മളെ ശിക്ഷിക്കാൻ ഒരു അദൃശ്യ ശക്തി നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഞാനൊരിക്കലും എൻ്റെ ദൈവം വലുതാണ്, ശ്രേഷ്ഠമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വിഷമങ്ങളും, എൻ്റെ സങ്കടങ്ങളും, എൻ്റെ ദുഃഖങ്ങളും, എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തോട് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ ദൈവം ആ സമയത്ത് എന്നെ സഹായിക്കാൻ ആൾക്കാരെ അയക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരുപാട് അഭിമാനവുമുണ്ട്. പിന്നെ എല്ലാം കണ്ടുകൊണ്ട് ഒരു ശക്തി, ഒരു പ്രപഞ്ചശക്തി നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇന്നലെ നാളെ ആയാലും ഞങ്ങളെ ഈ വേദനിപ്പിക്കുന്നതിന്, ഞങ്ങളെ ഈ ആക്ഷേപിക്കുന്നതിന് ദൈവം നിങ്ങളോട് കണക്ക് ചോദിച്ചിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. പ്രതികാരം ദൈവത്തിൻ്റെയാണ്, ഞങ്ങളുടെയല്ല. ഞാനതിനു വേണ്ടി ഇനി ഇറങ്ങിത്തിരിക്കുന്നുമില്ല. പിന്നെ ഒരാളെ മാത്രം കണ്ടുപിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. എപ്പോഴെങ്കിലും ആ വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കും. എനിക്ക് ചോദിക്കേണ്ട 1-2 കാര്യങ്ങൾ ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കാനുമുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ മാത്രമേ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളൂ. അതല്ലാതെ ഈ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊന്നും ഇനി ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, പക്ഷേ ഒരു കുഴപ്പമില്ല. ഇത്രയും ദിവസം, ഇപ്പം 1-ാം തീയതി തൊട്ട് ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ട്. ഞങ്ങൾ ഒന്നിനും റിപ്ലൈ കൊടുക്കാൻ പോകാറില്ല, മൈൻഡ് ചെയ്യാറില്ല. ഇതൊന്നും കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടം തോന്നി, സന്തോഷം തോന്നി. കാരണം ഇത്രയും നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടല്ലോ. ഇത്രയും അനാവശ്യവും ആക്ഷേപവും ഒക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ ഉടായിപ്പാണ്, കള്ളത്തരം കാണിച്ച എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് ഓർത്തപ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം തോന്നി. ശ്രീ വിജി എന്നാണെന്ന് തോന്നുന്നു ആ ഐഡിയുടെ പേര്. സിസ്റ്ററാണെങ്കിലും ബ്രദറാണെങ്കിലും ശരി തന്നെ.
എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വിശ്വാസത്തോടെ, ഇത്രയും വിശ്വാസത്തോടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു ഇതല്ല. ഇനി ഇത്രയും ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അവർ വിശ്വസിച്ചതുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് ധൈര്യത്തോടെ അവർ ആ കമൻറ്റ് ഇട്ടേക്കുന്നത്. ആ വിശ്വാസമാണ് അവരവിടെ ഇട്ടേക്കുന്നത്. ഒരിക്കലും നമ്മുടെ വീഡിയോ ഒന്നും തന്നെ കളവല്ല. ഒന്നിലും നമ്മൾ കളവ് കാണിച്ച് നമ്മളൊരു ഇത് നേടാൻ നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ രീതികളും നമ്മൾ എടുത്തിടുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് ഫാമിലി കണ്ടൻറ്റ് വീഡിയോസാണ്. നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. നമ്മുടെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ കാണാൻ വേണ്ടി നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ കാണുക, താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക. കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ, അതിലൊന്നും ഒരു സങ്കടം വിഷമമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് കളവാണ് എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ വിജയം. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.